The radius in centimeter of the circumcircle of a square of side 2 centimeter is dash. ഇവിടെ 2 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സ്ക്വയർ അഥവാ സമയദൂരത്തിൻ്റെ സർക്കിളിൻ്റെ റേഡിയസ് എത്രയെന്ന് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമയദൂരത്തിൻ്റെ പരിവൃത്തത്തിൻ്റെ ആരമാണ് കാണേണ്ടത്. നമുക്കൊരു റഫ് ഫിഗർ വരച്ച് നോക്കാം. വരയ്ക്കാനുള്ള സൗകര്യത്തിനായിട്ട് ഞാൻ ആദ്യം സർക്കിൾ വരയ്ക്കുകയാണ്. ദെൻ സ്ക്വയർ. ഈ സ്ക്വയറിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ സർക്കിളിൻ്റെ റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സർക്കിളിൻ്റെ സെൻറ്റർ ഇവിടെ ആയിരിക്കും എന്ന് കരുതുക. നോക്കുക, ഈ സ്ക്വയറാണിത്. അതുകൊണ്ട് എല്ലാ ആംഗിൾസും 90 ഡിഗ്രിയാണ് വരുന്നത്. 90 ഡിഗ്രി. നമുക്കറിയാം സെമി സർക്കിളിലെ ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി വരും. അർദ്ധവൃത്തത്തിലെ കോൺ എപ്പോഴും മട്ടക്കോണായിരിക്കും. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ 2 കോർണർ പോയിൻറ്റ്സ് തമ്മിൽ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സർക്കിളിനെ 2ആയിട്ട് ഭാഗിക്കാൻ പറ്റും. ഓരോരുത്തടത്തും വരുന്ന കോണുകൾ നോക്കുക, 2 90 ഡിഗ്രി കോണുകളാണ്. അതായത് ഈ സ്ക്വയറിൻ്റെ ഡയഗണൽ സർക്കിളിനെ 2 തുല്യ ഭാഗങ്ങളായിട്ട് ഭാഗിക്കുന്നുണ്ട്. ഓരോന്നും ഓരോ സെമി സർക്കിൾസാണ്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സ്ക്വയറിൻ്റെ ഡയഗണൽ സർക്കിളിൻ്റെ ഡയമീറ്ററാണ്. അത് സർക്കിളിൻ്റെ സെൻറ്ററിൽ കൂടി കടന്നു പോകുന്നു. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഡയഗണൽ സർക്കിളിൻ്റെ ഡയമീറ്ററാണ് എന്നുള്ള കാര്യമാണ് നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇനി സ്ക്വയറിൻ്റെ ഡയഗണലിൻ്റെ നീളം കിട്ടിയാൽ സർക്കിളിൻ്റെ ഡയമീറ്റർ കിട്ടുമല്ലോ. സ്ക്വയറിൻ്റെ ഒരു വശം A യൂണിറ്റ്സ് ആണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഡയഗണലിൻ്റെ നീളം √2a ആയിരിക്കും. ഒരു വശം A യൂണിറ്റ്സ് ആണെങ്കിൽ ഡയഗണലിൻ്റെ നീളം √2a. ഇവിടെ ഒരു വശം 2 സെൻറ്റിമീറ്റർ ആണ്. അതുകൊണ്ട് ഡയഗണലിൻ്റെ നീളം √2 × 2 വരും. അല്ലെങ്കിൽ 2√2 സെൻറ്റിമീറ്റർ ആണ് ഡയഗണലിൻ്റെ നീളം. ഇനി ഡയഗണലിൽ തന്നെയാണ് ഡയമീറ്റർ. ഇവിടെ സർക്കിളിൻ്റെ ഡയമീറ്റർ ഇതേ ഡയഗണലിൽ തന്നെയാണ്. അപ്പോൾ സർക്കിളിൻ്റെ ഡയമീറ്ററിൻ്റെ നീളം 2√2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡയമീറ്ററിൻ്റെ പകുതിയാണല്ലോ. അപ്പോൾ 2√2/2, 2ഉം 2ഉം ക്യാൻസലായിട്ട് നമുക്ക് √2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഈ സർക്കിളിൻ്റെ റേഡിയസ് √2 സെൻറ്റിമീറ്റർ ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി. ദി ഏരിയ ഓഫ് ദി പാരലലോഗ്രാം whose vertices are 0, 0, 4, 0, 5, 2 and 1, 2 is dash square units. ഇവിടെ ഒരു പാരലലോഗ്രത്തിൻ്റെ ഏരിയ കാണണം. അതിൻ്റെ 4 വെർട്ടിസസ് നമുക്ക് നൽകിയിട്ടുണ്ട്. പാരലലോഗ്രാം എന്നാൽ സാമാന്തരികം. അപ്പോൾ വെർട്ടിസസ് എല്ലാം കോർഡിനേറ്റ്സ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് റഫായിട്ടൊരു ഫിഗർ വരച്ച് നോക്കാം. അവർക്ക് 0, 0 എന്നുള്ളത് ഇതാണ്, ഈ പോയിൻ്റാണ്. 4, 0 എക്സ് ആക്സിലെ 4 വരും. 4, 0. ദെൻ 5, 2, 1, 2 വൈ ആക്സിലെ 2-ന് നേരെയുള്ള 2 പോയിൻറ്റ്സ് ആണ്. ഒന്ന് 1, 2 വരും. 1, 2 നമുക്കിവിടെ കൊടുക്കാം. അടുത്ത് 5, 2. അപ്പോൾ ആ പാരലലോഗ്രാം ഇതാണ്. ഈ പാരലലോഗ്രത്തിൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. പാരലലോഗ്രത്തിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ BH എന്നാണ്. BH ഏരിയ = BH. ഇതിൽ B ബേസിനെ സൂചിപ്പിക്കുന്നു, ബേസിൻ്റെ ലെന്ത്. നോക്കുക, 0, 0 തൊട്ട് 4, 0 വരെയുള്ള ലെന്ത് എത്ര വരും? 4 യൂണിറ്റ്സ് വരും. എക്സ് ആക്സിലെ 0 തൊട്ട് 4 വരെയുള്ള ലെന്ത് 4 യൂണിറ്റ്സ് വരും. അപ്പോൾ B 4 ആണ്. ഇനി H എന്ന് പറയുന്നത് ഈ 2 സമാന്തര വശങ്ങൾ തമ്മിലുള്ള ഈ അകലമാണ് H. അതെത്ര വരും? നോക്കുക, ഈ ഹൈറ്റ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇത് 0 തൊട്ട് 2 വരെ 2 യൂണിറ്റ്സ് ആണ് ഈ ഹൈറ്റ് വരുന്നത്. അപ്പോൾ Hൻ്റെ വാല്യൂ 2 ആണ്. അല്ലെ തന്നെ ഇവിടുത്തെ നോക്കുക, വൈ കോർഡിനേറ്റ്സ് എല്ലാം 2 ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 2 വരും. അപ്പോൾ H 2ഉം ഈ വാല്യൂസ് നമുക്ക് ഇവിടെ കൊടുക്കാം. അതായത് 4 × 2 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 8 യൂണിറ്റ്സ്. ശരി ഉത്തരം ഓപ്ഷൻ D. In the figure, O is the center of the circle. If angle AOC equal to 120 degree, then the measure of angle ABC in degrees is dash. ഇവിടെ ഈ സർക്കിളിൻ്റെ സെൻറ്ററാണ് ഈ പോയിൻ്റ് O. ആംഗിൾ AOC 120 ഡിഗ്രിയാണ്. ആംഗിൾ ABC, അതായത് ഈ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
ഓർക്കുക, ഇവിടെ ഞാൻ ഡി എന്ന് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എ ഡി സി എന്നുള്ള ആർക്ക്, ആ ആർക്ക് വൃത്തത്തിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് 120 ഡിഗ്രി. അപ്പോൾ എ ബി സി കണ്ടുപിടിക്കാൻ നമുക്കൊരു എളുപ്പമാർഗ്ഗമുണ്ട്. ഒരാർക്ക് വൃത്തത്തിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ പകുതിയായിരിക്കും അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. ഇവിടെ എ ഡി സി എന്ന ആംഗിൾ, വൃത്തത്തിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എ ഒ സിയും, ഇതേ ആർക്ക് ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ എ ബി സി. അപ്പോൾ ഈ 120യുടെ പകുതിയായിരിക്കും ഈ ആംഗിൾ. 120യുടെ പകുതി 60. അപ്പോൾ ആംഗിൾ എ ബി സി ഈക്വൽ ടു 60 ഡിഗ്രിയാണ്. ശരി ഉത്തരം ഓപ്ഷൻ എ. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഒരാർക്ക് വൃത്തകേന്ദ്രത്തിലുണ്ടാക്കുന്ന ആംഗിളിൻ്റെ പകുതിയായിരിക്കും അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിലുണ്ടാക്കുന്ന ആംഗിൾ. ആ കാര്യം ഓർത്തിരിക്കുക. The number of common tangents that can be drawn to the circles with the centers 1, 0 and 5, 0, each of radius 2 cm is dash. അപ്പോൾ 1, 0, 5, 0 ഈ രണ്ട് പോയിന്റുകൾ കേന്ദ്രമാക്കി വരയ്ക്കുന്ന 2 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള രണ്ട് സർക്കിൾസ്. അപ്പോൾ ഇവയ്ക്ക് വരയ്ക്കാവുന്ന കോമൺ ടാൻജൻസിൻ്റെ എണ്ണം എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കൊരു റഫ് ഫിഗർ വരയ്ക്കാം. ഈ 1, 0യും 5, 0യും നോക്കുക. വൈ കോർഡിനേറ്റ് 0 ആണ്, അതായത് എക്സ് ആക്സിലെ പോയിന്റ്സ് ആണ് ഈ രണ്ടെണ്ണവും. നമുക്ക് എക്സ് ആക്സ് വരയ്ക്കുക. ദെൻ ഇത് 0 ആയിട്ട് എടുക്കാം. ദെൻ -1, 1, 2, 3, 4, 5, 6, 7. അപ്പോൾ ഇതിലെ 1, 0 എന്ന് പറഞ്ഞ പോയിന്റ് ഇത്, 5, 0 എന്ന് പറഞ്ഞ പോയിന്റ് ഇത്. ഈ രണ്ട് പോയിന്റ്സ് സെൻറ്റർ ആയിക്കൊണ്ടാണ് നമ്മൾ സർക്കിൾസ് വരയ്ക്കുന്നത്. സർക്കിളിൻ്റെ റേഡിയസ് 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 1, 0 സെൻറ്റർ ആയിക്കൊണ്ട് റേഡിയസ് 2 സെൻറ്റിമീറ്റർ ഉള്ള സർക്കിൾ വരയ്ക്കുമ്പോൾ ആ സർക്കിള് ഈ 3യിൽ കൂടെയും ഈ -1ൽ കൂടിയും കടന്നു പോകും. അപ്പോൾ ഏകദേശം ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊരു സർക്കിളായിരിക്കും കിട്ടുക. ഇതാണ് റേഡിയസ് 2 സെൻറ്റിമീറ്റർ ഉള്ള സർക്കിൾ. അതുപോലെ 5, 0 സെൻറ്റർ ആയിക്കൊണ്ട് 2 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ വരച്ചാൽ അത് 3യിൽ കൂടെയും 7ൽ കൂടെയും കടന്നു പോകും. അങ്ങനെയായിരിക്കും സർക്കിൾ വരിക. അപ്പോൾ ഈ രണ്ട് സർക്കിൾസിനും വരയ്ക്കാവുന്ന കോമൺ ടാൻജൻസിൻ്റെ എണ്ണം എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിലെ ഒരു ടാൻജൻറ്റ് വരയ്ക്കാം. ഇതിന് രണ്ടിനും കോമൺ ആയിട്ട് ഒരേ ലൈൻ തന്നെ രണ്ട് സർക്കിളിനും ടാൻജൻ്റ് ആയിട്ട് വരിക. ഇതിലെ ഒരു ടാൻജൻറ്റ് നമുക്ക് വരയ്ക്കാൻ പറ്റും, ഇങ്ങനൊരു സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഒന്നാമത്തെ ടാൻജൻ്റായി. അതുപോലെ ഇവിടെയും വരയ്ക്കാം ഒരു ടാൻജൻറ്റ്. ഇത് രണ്ടാമത്തെ ടാൻജൻറ്റ്. ഇനി രണ്ടിനും കോമൺ ആയിട്ട് വരയ്ക്കാവുന്ന ഒരു ടാൻജൻറ്റ് ഇതിലെയാണ് കടന്നു പോകുന്നത്. ഈ രണ്ട് സർക്കിൾസിന് ഇടയിൽ കൂടി ഇങ്ങനെ കടന്നു പോകുന്നത്. ഇത് മൂന്നാമത്തെ ടാൻജൻറ്റ്, അതായത് ഈ 3ൽ കൂടി കടന്നു പോകുന്ന ടാൻജൻറ്റ്. അങ്ങനെ 3 ടാൻജൻസ് ആണ് ഇത് രണ്ട് സർക്കിൾസിനും കോമൺ ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നത്. ശരി ഉത്തരം ഓപ്ഷൻ സി 3. The radius in centimeter of the incircle of an equilateral triangle of side 8√3 centimeter is dash. ഇവിടെ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഇൻസർക്കിൾ, അന്തർവൃത്തത്തിൻ്റെ ആരം എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു സമഭുജ ത്രികോണത്തിൻ്റെ അന്തർവൃത്തത്തിൻ്റെ ആരം. ഇപ്പോൾ ഈ സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വശം എ യൂണിറ്റ്സ് ആയിട്ട് കരുതുക. അങ്ങനെയെങ്കിൽ അന്തർവൃത്തത്തിൻ്റെ ആരം എന്ന് പറയുന്നത് r a/2√3 ആയിരിക്കും. ഓർക്കുക, ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിൽ ഒരു സൈഡ് എ യൂണിറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ ഇൻസർക്കിളിൻ്റെ റേഡിയസ് a/2√3 യൂണിറ്റ്സ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു വശത്തിൻ്റെ നീളം 8√3 നൽകിയിട്ടുണ്ട്, അതായത് a = 8√3 ആണ്. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് 8√3/2√3 വരും. ഇതിൽ √3 ക്യാൻസൽ ആവും. 8നെ 2 കൊണ്ട് ഹരിച്ചാൽ 4. അപ്പോൾ റേഡിയസ് 4 സെൻറ്റിമീറ്റർ ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി 4.